നമസ്കാരം, വെൽക്കം ടു ആർ എൻ ബ്ലോഗ്സ്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂർക്ക കൃഷിയെ പറ്റിയിട്ടാണ്. കൂർക്ക കൃഷി എങ്ങനെ പുതിയ രീതി എന്നല്ല, ഇത് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ ഓൾറെഡി സമയമൊക്കെ കഴിഞ്ഞ് നടേണ്ടതായിട്ടുള്ളത്. അപ്പം നമുക്ക് കൂർക്ക കൃഷിക്ക് ഞാൻ ഓൾറെഡി കൂർക്ക പാവി ഇതായിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഈ ഭാഗത്താണ് കൂർക്ക കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കൂർക്ക പാവി നിർത്തിയിരിക്കുന്നത്, കണ്ടില്ലേ? ഇതെല്ലാം ഇപ്പോ നടാനായിട്ടുള്ള ഈ വള്ളികളെല്ലാം ഉണ്ടോ, നല്ല പാകമായി അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട്. ഇവിടെ നോക്കി അറിയാം. ഈ വള്ളികളെ നമുക്ക് അറുത്തെടുത്തിട്ടാണ് കൂർക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ അവിടെ അപ്പുറത്തും 2 തടങ്ങളുണ്ട്, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കോരൻ ചേട്ടൻ്റെ അവിടെ അതിൻ്റെ വർക്കിലാണ്. അതിൻ്റെ വാരങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം അവിടെ. കോരേട്ടാ, എന്താണ് വിശേഷങ്ങള്? ഇന്നത് പരിപാടി കൂർക്കയുടെ തയ്യാറെടുപ്പാണ്. ഇതിപ്പോ എങ്ങനെയാ? ഇപ്പൊ ഇതിന്റെ ഇവിടെ കുഴിയെടുത്തിരിക്കുകയാണ്, വാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ. ഇതിപ്പോ അടിയിൽ നമ്മൾ ചവറിട്ടിട്ട് മണ്ണ് ഈ ചാണപ്പൊടി ഇതിലിടും അല്ലേ? എന്നിട്ട് നമ്മള് തടായിട്ട് നിർത്തും. ശരി. നമ്മള് അത് എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് നടാം ഇത്? ഇതിപ്പോ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നടാം. മണ്ണ് നല്ല കെട്ടിയിലിട്ടിട്ട് ഒരു ബെഡാക്കിട്ടേ, ഇതിപ്പോ നമ്മള് കൂർക്ക കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ബെഡാണ് തയ്യാറാക്കുന്നത് ഇവിടെ. അത് ഈ ഭാഗത്തും നമുക്ക് സൗകര്യമുണ്ട്. ഇവിടെയും ചെയ്യാം നമുക്ക്. ഇവിടെ ഇപ്പൊ വെച്ചാല് നമ്മള് ഇതും കൂടെ പോവാ, വെള്ളം കൂടെ പോവാ. വെള്ളം കൂടെ പോവാ. ചാലിയും കട ഇതിൽ കൂടെ വെള്ളം പോവാ നമുക്ക്. അതുപോലെ തന്നെ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഈ കരിയില ഇടുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, കരിയിലയില് ഈ ഇലകളിൽ ഒരുപാട് നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ടയർകോട്ടിന്റെ അത് കൊണ്ടുവരാം. അപ്പൊ ഈ ചവറിന്ന് നമുക്ക് കിട്ടുന്ന പറഞ്ഞല്ലോ, അതില് ഈ ചെടികൾക്ക് കിട്ടുന്നത്, ചെടി വലിച്ചെടുക്കുന്നത് നൈട്രോജൻ, ഫോസ്ഫറസ്, അതുപോലെ പൊട്ടാസ്യം. ഇത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നല്ലൊരു വളമാണ്. ഇവിടെ ഈ മരങ്ങളൊക്കെ അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ കെട്ടിയത് കാരണം ഇഷ്ടം പോലെ ഇലകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇലയെല്ലാം നമ്മൾ ഇതിലിട്ടിട്ട് അടിപൊളി ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളിവിടെ ഈ ചാണപ്പൊടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാണപ്പൊടി, കുറച്ച് എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ട്, പിന്നെ കുറച്ച് കുമ്മായം ഇടും. അതിലാ ഒരു അസിഡിറ്റി ഇതിന് വേണ്ടിയിട്ട്. കുമ്മായം മുകളിൽ ഇടാം, കുഴപ്പമില്ല. വാരം കോരിയതിനു ശേഷേ അതല്ലേ, ചില കേടാവോ? കുമ്മായം അല്ലെങ്കിൽ അടിയിലിടാം, ഇതിന്റെ മുകളിലല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളപ്പോ ഇനി ഇത് നടുന്ന രീതി ഞാൻ ഇത് കാണിച്ചു തരാം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത് നടും. ഇതിന്റെ വള്ളികൾ അവിടെ നിർത്തിട്ട് അത് നടുന്ന സമയത്ത് ഞാൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാം. കൂർക്ക നമുക്ക് നോക്കാം. കൂർക്കയുടെ വള്ളികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. കൂർക്ക വിത്തായിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ നമ്മള് കൂർക്ക കുറച്ച് ഒരു 1/2 കിലോ കൂർക്ക ധാരാളമാണ്. കൂർക്ക വാങ്ങിയിട്ട് ഒരു ഈർപ്പുള്ള സ്ഥലത്ത് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതിന് മുള പൊട്ടി തുടങ്ങും. ആ മുള ഇലയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഇതുപോലെ ബെഡ് തയ്യാറാക്കിയിട്ട് അതിൽ ഒരു 1/2 അടി നീളത്തിലെ ഗ്യാപ്പിൽ നമുക്കതിന് നടാം. നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 15-20 ദിവസത്തിനുള്ളിൽ മുള അതിൽ നിന്ന് വരും. അധികം ആഴത്തിൽ നടേണ്ട കാര്യമില്ല.
അത് പക്ഷെ നമ്മൾ കൂർക്ക വയ്ക്കുന്നത് ഈർപ്പമുള്ള സ്ഥലത്ത് വയ്ക്കണം. അപ്പോഴാണ് പെട്ടെന്ന് മുള വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാവുക. ഇന്നലെ ഇപ്പൊ നമ്മൾ അവിടെ എല്ലാം ഈ കൂർക്ക നടാനുള്ള ബെഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിന്റെ വള്ളികൾ അതിന്റെ നുള്ളി അതിന് നടാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. ഇന്ന് കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു ഇതിലാണ്. നല്ല ഒരു ഗംഭീര മഴയൊക്കെ പെയ്തു അടിപൊളിയായിട്ട്. അപ്പോൾ ആ മഴ പെയ്തപ്പോ കണ്ടോ ചെറുതായിട്ടൊരു കാറ്റുണ്ടായിരുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. വള്ളി ഇതൊക്കെ വെച്ചാല് തിരക്കായി. ഇത് നടാനുള്ള വളരെയധികം തിരക്കായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു അറിയിപ്പ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് പോവാം. നമ്മുടെ ബെഡുകളൊക്കെ റെഡിയായ സ്ഥലത്തേക്ക്. ഇപ്പൊ ഒരു 2 മിനിറ്റ് മുമ്പ് മഴ പെയ്ത് നിന്നുള്ളൂ. അത് കാരണമാണ് കുറച്ച് ഇവിടെ വെള്ളം കെട്ടിയിട്ടുണ്ട്. അതിന് വെള്ളം പോകാനുള്ള വെള്ളം കെട്ടിയെടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ഉള്ള വഴികളൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു 3 ബെഡ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ അടിയില് നമ്മള് ഈ ഈ ചവറുകൾ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് ചവറ് കൂടി എടുക്കുന്നുണ്ട്. ഇലകള് മാവിന്റെ പ്ലാവിന്റെ. അപ്പൊ അതെല്ലാം അടിയിൽ നമ്മളതിന് ഒരു കമ്പോസ്റ്റ് ഇതായിട്ട് കൊടുത്തതാണ് ബെഡ് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതില് ഈ ഇലകളിൽ ഒരുപാട് നൈട്രോജൻ, ഫോസ്ഫറസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള കാരണം ഇത് വളരെയധികം നല്ല ഒരു ഇതായിരിക്കും. എയറേഷനും അതുപോലെ തന്നെ വളവും നന്നായിരിക്കും ചെടികൾക്ക് പെട്ടെന്ന് വളരാനും. ഇവിടെ ഒരു ബെഡ് ഉണ്ട് നമ്മളുടെ. പിന്നെ ഇത് മൊത്തം 7 ബെഡാണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നമ്മൾ ബെഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ബാക്കിയുള്ള ഈ 3 ബെഡ് നമ്മൾ ഈ മേൽത്തട്ടിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതും ഈ 2 ബെഡാണ്. ഇവിടെ ഒരു ബെഡാണ്. ഇത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം അതിന്റെ അടിവാരം കോരി ഇലയിട്ട് ഒരു 3-4 ദിവസം മുൻപ് തന്നെ ഈ കുമ്മായത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാല് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇത് നമ്മളൊന്നൊരു മിക്സ് ചെയ്തിട്ട് ഇത് കുറേശ്ശെ വിതറി കൊടുത്ത് മണ്ണ് വീണ്ടും ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ കൂർക്കയുടെ തല നടുന്നത്. അപ്പോൾ കൂർക്കത്തല നടുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കൂർക്ക വള്ളികളെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല പാകമായിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബെഡുകൾ തയ്യാറായിട്ടുണ്ട്. ആ ബെഡുകളിലേക്ക് നമ്മളെങ്ങനെ ഈ വള്ളികൾ നടാമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ തണ്ടുകൾ അറുത്തിട്ട് അത് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഈ കൂർക്കയുടെ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ നടേണ്ടതായിട്ടുള്ള കൂർക്ക നടേണ്ടതായിട്ടുള്ള തണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് മണ്ണിന് അടിയിൽ പോകേണ്ടത് ഈ മിനിമം ചുരുങ്ങിയത് 2 നോടെങ്കിലും മണ്ണിനടിയിൽ പോകണം. എന്നാലാണ് ഇത് പെട്ടെന്ന് ഈ നോടുകളിൽ നിന്നാണ് നമ്മൾ വേര് പൊട്ടി ഈ വേരിലാണ് കൂർക്കകൾ പിടിച്ചു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നടുന്നതിന് മുമ്പ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് മണ്ണിൻ്റെ അടിയിൽ പോകുന്നതാണ്. മണ്ണിൻ്റെ അടിയിൽ പോയാൽ ഇത് അഴുകി പിന്നെ അത് കീടബാധയൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഈ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുകളിലുള്ള 2 or 3 ഈ ഇലകൾ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ ഇത് നടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതാദ്യം നമ്മൾ വള്ളികൾ സെറ്റ് ചെയ്തിട്ട് ഈ നോഡ് 1, 2, 3 ഈ മിനിമം 2 നോടെങ്കിലും മണ്ണിനടിയിലേക്ക് പോയാലാണ് ഇത് ഇവിടെ വേര് വന്നിട്ട് പിന്നീട് ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് കിടന്ന് ആ നോഡുകളിലേക്ക് വീണ്ടും വേരുകൾ കിട്ടും. നമ്മൾ ഈ തടത്തിൽ നമ്മളൊരു പകുതിയോളം തണ്ടുകൾ അറുത്ത് മാറ്റി അതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ അറുത്ത് നമ്മൾ ബാക്കി അതിന്റെ കടകളിൽ നിന്ന് വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഈ വള്ളികൾ വീണ്ടും ഒരു 5 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഒക്കെ വീണ്ടും വരുമ്പോൾ വീണ്ടും നമുക്ക് അത് അറുത്തെടുത്ത് വീണ്ടും നടാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ 2 or 3 പ്രാവശ്യം നമ്മൾക്ക് ഇതിൽ നിന്ന് നമുക്ക് തണ്ടുകൾ കിട്ടും. അപ്പം നമുക്കിത് ഈ തണ്ട് കൊണ്ടുപോയി
ആ ബെഡിൽ നമുക്ക് എങ്ങനെ നടന്നു നോക്കാം. ഓക്കെ, ഇന്ന് ആകെ ഒരു മഴക്കോളും ചൂടും എല്ലാം കൂടിയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നിതെങ്ങനെയാണ് നമ്മൾ നടുന്നത് നമുക്ക് കാണിക്കാം. പോവാം. ഓക്കെ 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 ഇപ്പൊ നമ്മളിവിടെ ഇതിലേക്ക് ഇടാനായിട്ടുള്ള ചാണകപ്പൊടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇടുന്നത് ഈ വേപ്പും പിണ്ണാക്ക് പൊടിയാണ്. വേപ്പും പിണ്ണാക്ക് പൊടി, ഇതല്ലേ എല്ലുപൊടി. ഈ എല്ലുപൊടി ഇത് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ഈ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ച് കിട്ടും. നമ്മൾ ഓൾറെഡി കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് അടിവളം ആയിട്ട് ചാണകവും കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഞാൻ ഇതിനൊന്ന് ഈ ചാണകപ്പൊടിയും ഇതും ഇട്ടിട്ട് ഒന്ന് നമുക്ക് കൊത്തി ഇളക്കി കൊടുക്കും. മനസ്സിലായോ? ഇതെല്ലാ തരത്തിലും കുറേശ്ശെ. ഇത് പൊടിയാകുമ്പോൾ വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇത് മണ്ണിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഓക്കെ, ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലുപൊടി കുറച്ച് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം. കീടശല്യം ഒഴിവായി കിട്ടും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇനി നമുക്ക് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇതുപോലെ തന്നെ കുറേശ്ശെ വിതറി കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ എന്താ പറയാ 3 തടങ്ങളിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഉള്ള തണ്ടാണ് വറുത്തെടുത്തത്. അത് കഴിഞ്ഞാൽ അടുത്ത ബെഡിലേക്കുള്ളത് വീണ്ടും നമുക്ക്. ഇനി ഇതിനെ നമുക്കൊന്ന് ഈ മണ്ണിനെ ഒന്ന് കൊത്തി ഇളക്കി കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഈ മണ്ണിന് ബെഡിന്. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും കല്ല് അതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി കളയണം. അപ്പൊ ഇത് നമ്മൾ കഴിച്ചാൽ എല്ലുപൊടി ഇതെല്ലാം അടിയിൽ പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ബെഡ് ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഒരാഴ്ച മുമ്പ് റെഡി ആക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിൽ നടുക. ഓക്കെ, ഇനി നമ്മൾ തണ്ടുകൾ മുറിച്ച് ചെയ്ത് കാണിക്കാം. നമ്മളുടെ നടാനുള്ള തടമൊക്കെ റെഡിയായി. ആ വളമൊക്കെ ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളുടെ വള്ളികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി വള്ളികളാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളികളാണ്, തണ്ടുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്കത് കട്ട് ചെയ്ത് ഇത് നമ്മുടെ സ്മിതിയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനിട്ട് വന്നതാണ്. അതൊന്നൊരു അവധിയായ ദിവസമായ കാരണം അപ്പോൾ എളുപ്പം പണികൾ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നടയിൽ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നടൽ അടിപൊളിയായിട്ട് എല്ലാം ഇങ്ങനെ ഈ 3 നോഡ് ഉള്ളിലേക്ക് വെക്കുക. മണ്ണ് ഇറക്കിയിട്ട് ഇതിൻ്റെ കട നല്ലോണം ഉറപ്പിച്ചു കൊടുക്കണേ. കട നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ഇങ്ങനെ നട്ടുപോയാൽ മതി. കട നമ്മൾ തലമുറിക്കാനുള്ള ഒരു സമയം മാത്രമാണ് നമുക്ക് കാര്യമായിട്ട് വരില്ല. ഇത് ശ്രദ്ധിക്കണം. ഈ നോഡ് ഉണ്ടല്ലോ, ഈ നോഡ് 2 നോടെങ്കിലും നമ്മൾ ഇതൊന്ന് അടുപ്പിച്ച് പിടിച്ചേക്കാം. 2 നോടെങ്കിലും അടിയിലേക്ക് ഇങ്ങനെ പോകണം. അതിലാണ് വേര് പിടിച്ച് കൂർക്ക വളരുന്നത്. ഇത് വളർന്നു കഴിഞ്ഞാൽ ഈ തല വീണ്ടും വരുമ്പോൾ നമ്മളിവിടെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ വീണ്ടും കൂർക്ക പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഈ 4 ബെഡ് റെഡി ആയി കഴിഞ്ഞു. കൂർക്ക നടൽ കഴിഞ്ഞു. തലയൊക്കെ സൂപ്പറായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ 1 2 3 4 ഇതിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ വളർച്ച ഘട്ടം ഘട്ടമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ RN Vlog സൈനിങ് ഓഫ്.